നമ്മളെ കൊണ്ട് നടക്കാനോ ഓടാനോ അങ്ങനത്തെ കോമ്പറ്റീഷനൊന്നും പറ്റിയില്ല. വല്ല തീറ്റ മത്സരം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ് കേട്ടോ ഇയാൾ. നടക്കാൻ ഒട്ടും ഇഷ്ടമല്ല, ഓൺലി ഈറ്റിങ് അത് മാത്രമേ നടക്കത്തുള്ളൂ. അത് കാരണം നമ്മൾ ഈറ്റാന്നാണ് പറയുന്നത് കേട്ടോ. ഫുൾ ടൈം തിന്നുക. അല്ലാണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട ഇച്ചിരി നടക്കണി എന്ന് പറഞ്ഞാൽ 2 3 വാക്ക് പോലെ 2 നടക്കൽ കാണാം. അത് കഴിഞ്ഞ ദേ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന കാണാം. കാല് ഈ നടക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ, ഈ പോകുന്ന വഴിയിൽ എങ്ങാണ്ട് ജസ്റ്റ് കാലിൻ്റെ സൈഡിൽ ഒന്ന് എന്തോ കൊണ്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അത് മെഡിസിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവൾ ഹീറ്റായ സമയത്ത് നമ്മൾ ഇവൾക്ക് റെസ്റ്റ് കൊടുത്തില്ലേ, നമുക്ക് ഇവളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറത്തല്ലേ നമ്മൾ ഇവളെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് നമുക്ക് വേറെ പട്ടികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഇവളെ കൂട്ടിനകത്ത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം മറ്റൊന്നുമല്ല, പിന്നെ ഇവൾക്ക് ഈ കുട്ടിയെങ്ങാനും ആയാൽ പിന്നെ നമ്മളെ കൊണ്ട് നോക്കാൻ വേണ്ടി പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ഈ ഷെൽട്ടറിനകത്തുള്ള മക്കളെ നമുക്ക് നോക്കാൻ വേണ്ടി സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഇവളെ എന്താ പറയുക, അത്രയും ദയനീയ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് നമ്മളിവളെ ഈ കൂട്ടിനകത്താക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സമയം തന്നെ ഇവള് ഹീറ്റായി. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ പുറത്തിറക്കാതെ പറഞ്ഞ് നമ്മൾ ഇവൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. 4-5 തവണ ഭയങ്കര നിലവിളിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ കഴിച്ച് പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു ഗുണ്ടാപ്പിയായി മാറി. പിന്നെ അത് കഴിഞ്ഞ ഒരു 26 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറക്കി വിട്ടത് കേട്ടോ. അത് പുറത്തിറക്കി വിട്ട് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരി ഇത്രയും വഷളായതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നടക്കാനൊട്ടും താല്പര്യമില്ല, എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പുറത്തിറക്കി വിട്ടിട്ട് ഞാൻ കൂടെ നടക്കണം, എൻ്റെ ശരീരവും കൂടി വെയിറ്റ് കമ്മിയാക്കണമെങ്കിൽ ഇവളുടെ കൂടെ പോയാൽ മതി കേട്ടോ. ഞാനുണ്ടെങ്കിൽ മാത്രമേ അരങ്ങത്തുള്ളൂ. അടുത്ത ഒരു പെരുങ്കളി കൂടെ പോകുന്നുണ്ട്, ഇത് അതിനേക്കാട്ടിലും അപ്പുറമായിട്ടുണ്ട്. പക്ഷേ ഇവള് പുറത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നടക്കാൻ ഇവളുടെ കൂടെ പോടി എന്ന് പറയുമ്പോഴേ പോയി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ഓരോന്ന് 2 സ്റ്റെപ്പ് എടുത്ത് വെക്കും, പിന്നെ ഒരൊറ്റ ഇരിപ്പാണ്. എന്തെങ്കിലും തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മാത്രമേ ഇവറ്റകൾ അനങ്ങുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരെണ്ണത്തിനും വലുതായിട്ട് ദേഹാനങ്ങൾ പണിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനത്തെ കിടപ്പ് ഇരിപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇത് നമ്മുടെ ബെല്ലി കൽക്കിയുമാണ് കേട്ടോ. 2 അനാഥകൾ തന്നെയാണ്, 2 ആരും ഇല്ല കേട്ടോ. നമ്മളെ വീട്ടിലാണുള്ളത്, 2 പുറത്ത് തന്നെയാണ്. നമുക്ക് അകത്ത് വെക്കാൻ ഇനി സ്ഥലമില്ല കേട്ടോ. അത്രമാത്രം ഒരു കഷ്ടപ്പാടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പം ഡെയിലി ന്യൂസിൽ ആൾക്കാർ തല്ലിക്കൊല്ലുന്നത്, ആൾക്കാർ പട്ടീനെ വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാരണം ഇപ്പം നമുക്കും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുവാണ് ഇവറ്റകളെ വെച്ചിരിക്കുന്നതൊക്കെ. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തും ഇവർ 2 പേരും ആയല്ലോ, അകത്തുള്ളവരെ വിട്ടിട്ട് പുറത്തും ആയത് കാരണം ആൾക്കാർ തുടങ്ങി. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ വീടൊക്കെ വെച്ച് വരുവാണെങ്കിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ ഈ ലേഔട്ടിൻ്റെ ഭാഗത്തൊക്കെ എന്തിനാണ് കൊണ്ട് പട്ടിയെ വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചേച്ച് തുടങ്ങി കേട്ടോ ഇവിടെ നിലവിളിക്കാൻ വേണ്ടിയിട്ട്. ദൈവം തന്നെ ഇവറ്റകളെ രക്ഷിക്കണം.